ഇത് നീ ഇല്ലാതെയായി പോകുവാനായിട്ടല്ല, മറിച്ച് ഈ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചില ഇടപെടലുകളുണ്ട്. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായവൻ ഒരൊറ്റ വാക്കിന് മുമ്പിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവന്റെ ശബ്ദം കല്ലറയ്ക്കകത്തേക്ക് അവൻ കയറിയപ്പോൾ മരിച്ചു നാറ്റം വെച്ച് 4 ദിവസമായവൻ അവൻ മരണം വിട്ട് അവൻ എഴുന്നേറ്റ് വരുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് അവരുടെ സഹോദരനായിരിക്കുന്ന ലാസർ ദീനമായിട്ട് കിടക്കുന്നു. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളെ അയച്ചു. ആരുടെ അടുക്കൽ? കർത്താവായ യേശുവിന്റെ അടുക്കൽ ആളയച്ച്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. അടുത്തത്, ഈ ദീനം മരണത്തിനായിട്ടല്ല, പിന്നെ ദൈവപുത്രൻ ആരാ? ദൈവപുത്രൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു അവിടെ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്തിന് അവിടെ സംഭവിച്ചതായ ഒരു വിഷയമാണെന്ന് കർത്താവ് അവിടെ പറയുക. സ്തോത്രം. ഈ ദീനം മരണത്തിനായിട്ടല്ല. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇപ്പൊ തീർന്നു പോകും, എല്ലാം തീർന്നു, അല്ലെ? സാഹചര്യങ്ങളെല്ലാം തകിടം മറിയുമ്പോൾ നമ്മൾ ചിന്തിച്ച് ഇതോടുകൂടി സകലവും അസ്തമിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയുവാനായിട്ട് ഒരു ദൂതുണ്ട്. ഇത് നീ ഇല്ലാതെയായി പോകുവാനായിട്ടല്ല, മറിച്ച് ഈ വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ചില ഇടപെടലുകളുണ്ട്. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ ചില ദൈവിക ഇടപെടലുകൾ ഈ വിഷയത്തിലൂടെ ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം നിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇടയായി തരും. അപ്പൊ ഒരു പ്രശ്നം വന്നപ്പോൾ, അവരുടെ കുടുംബത്തിനകത്ത് ഒരു വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തത്? ആ വിഷയം യേശുവിന്റെ അടുക്കിലേക്ക് ആമൻ വിടുവാനായിട്ട് ഇടയായി തീർന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും, അത് ആമൻ മാറാത്ത ആമൻ വിഷയങ്ങളാണെങ്കിലും, ആമൻ നാളുകളായിട്ട് നിങ്ങളെ ആ വിഷയം അത് പ്രതികൂലത്തിലും പ്രതിരോധത്തിലും ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, ഇന്ന് പകല് ആ വിഷയത്തെ തമ്പുരാന്റെ കയ്യിലേക്ക് ഇന്ന് പകൽ ഒന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ തമ്പുരാൻ ഇന്ന് പകൽ ആ വിഷയത്തിനുള്ള ഒരു വിടുതൽ അയക്കുവാനായിട്ട് ഇടയായി തീരും. ചില വിഷയങ്ങൾ ദൈവം കേൾക്കാതിരിക്കുന്നതല്ല, ദൈവം ചില വിഷയങ്ങൾക്ക് മറുപടി നൽകി തരാതിരിക്കുന്നതല്ല. ആമൻ യഥാർത്ഥത്തിൽ നിന്റെ ആ വിഷയത്തിന് നടുവിൽ മറ്റുള്ളവർക്കൂടെ നീ വിളിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണെന്നൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ദൈവം അല്പം കൂടെ ദീർഘക്ഷമ ആ വിഷയത്തിന് കാണിക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ വിഷയത്തെ തമ്മിലെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നതൊന്നും അല്ല കേട്ടോ. യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പറച്ചിലാണ്, 4 ദിവസം മരിച്ചവന്റെ ആത്മാവ് ആ കല്ലറയ്ക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കും. 4 ദിവസം എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം ചീഞ്ഞഴുകുവാനായിട്ട് തുടങ്ങുമ്പോൾ മാത്രമേ ആത്മാവ് അവിടെ നിന്ന് മാറിപ്പോകൂ എന്ന് അവരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അവരുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ നോക്ക്, യഹൂദന്മാരുടെ ഇങ്ങനെയുള്ള ഈ പറച്ചിലുകളെ ഒന്ന് പൊളിച്ചടുക്കണം. സ്തോത്രം. അതിന് ഒരു മാറ്റം ഉണ്ടാകണം. കല്ലറയുടെ അടുക്കൽ യേശു വന്നു. ആമൻ അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു, ഈ കല്ല് നിങ്ങൾ നീക്കണം, ഈ കല്ല് നിങ്ങൾ നീക്കണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. അവര് കല്ല് നീക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ, അവൻ മരിച്ചു, അവൻ നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസവുമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? യഹൂദന്മാര് ഇനി ഇവന് രക്ഷയില്ല, ഇനി ഇവൻ ഒരിക്കലും പുറത്തു വരത്തില്ല. കാരണം ആ കല്ലറയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് നാറ്റം വന്നു തുടങ്ങി. അതുകൊണ്ടാണ് മാർത്ത പറഞ്ഞത്, ഇനി ഒരിക്കലും ലാസർ പുറത്തു വരുവാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. സ്തോത്രം. ഇന്ന് പകൽ ഒരു കാര്യം വിശ്വസിക്കാമോ? ഒരു സാധ്യതയും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി സാധ്യത കൽപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒരു സാഹചര്യവും ഇല്ലാതിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സാധ്യതകളുടെ വഴികളെ തുറന്നു തരുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് ഓടുവാനായിട്ട് കെൽപ്പില്ല. കർത്താവെ, ഇന്ന് പകൽ എനിക്ക് വേണ്ടി അവിടുന്ന് നിന്നൊന്ന് പ്രവർത്തിക്കണമേ, എനിക്ക് വേണ്ടി അവിടുന്ന് സംസാരിക്കണമേ എന്ന് അവിടുത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട്
പകല് വിശ്വസിക്ക് ആമേൻ. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനാണ് കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ അസാധ്യമായ ആ സാഹചര്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ലാസറേ നീ പുറത്തു വരിക എന്ന് അവൻ കൽപ്പിച്ചപ്പോൾ മരിച്ച് 4 ദിവസമായവൻ നാറ്റം വമിച്ചവൻ കല്ലറയ്ക്കകത്ത് നിന്ന് ജീവനോടെ പുറത്തേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. കണ്ടവർക്കെല്ലാം അതൊരു അത്ഭുതമായി. നോക്ക്, അവനെ പിതാവായിരിക്കുന്ന ദൈവം, അത് യേശു കർത്താവിനെ പിതാവായിരിക്കുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടതിന്റെ തെളിവ് അവിടെ സംഭവിക്കുവാനായിട്ടിടയായി തീർന്നു. താൻ ദൈവപുത്രൻ എന്ന് ലോകം അവിടെ കൂടിയിരുന്നവര് അപ്പോൾ മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. കെട്ടിയവരോട് പറഞ്ഞു അവൻ നടക്കുവാനായിട്ട്, അവൻ സ്വാതന്ത്ര്യത്തോടെ നടക്കാനായിട്ട്. അവന്റെ കെട്ടുകളെല്ലാം നിങ്ങളൊന്ന് അഴിച്ചു മാറ്റ്. ഇന്ന് പകല് നമ്മളായിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളുണ്ട്. നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ചില കെട്ടുകളുണ്ട്. നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയത്തിനും നമ്മുടെ ഭൗതികത്തിനും നമ്മുടെ ശാരീരികമായിട്ട് മാനസികമായ വിഷയങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇന്ന് പകല് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാനായിട്ട് വരുത്തി വെച്ചിരിക്കുന്നതെല്ലാം ഞാനായിട്ട് ഇന്ന് പകൽ മാറ്റിക്കളയുവാൻ, അഴിച്ചു മാറ്റുവാൻ ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു. കർത്താവേ, എനിക്ക് ഇന്ന് പകൽ അവിടെ നിന്ന് തുണ നിൽക്കുമാറാകണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കും.